Hi, I'm Anish Mohammed. Welcome back to English class. Here we will be discussing the topic how to express habitual actions, facts, feelings and states in English. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഫാക്ട്സ്, ഫീലിങ്സ്, സ്റ്റേറ്റ്സ് ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലെസൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കൊക്കെ സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം ലഭിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലെസനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്, വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്, ഹോംവർക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ശരിയായ ഉത്തരങ്ങൾ കിട്ടും, ചിലവ് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ എഴുതാറുണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഐ എം റൈറ്റിംഗ്, I will write, I would write, I will be writing, I am writing, I wrote, I write, I do write. ഇങ്ങനെ പല ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് പറയേണ്ടത് ഞാൻ എഴുതാറുണ്ട്, I write, I do write എന്നാൽ കുഴപ്പമില്ല. I write stories, ഞാൻ കഥകൾ എഴുതാറുണ്ട്. സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെയാണ് പറയാനാവുക. ഞാൻ ചായ കുടിക്കാറുണ്ട്, I drink tea every morning. നിങ്ങൾ ചായ കുടിക്കാറുണ്ട്, you drink tea every morning. അവർ ചായ കുടിക്കാറുണ്ട്, they drink tea every morning. we drink tea. അവൾ കോഫി കുടിക്കാറുണ്ട്, she drinks coffee. ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്, I play football. അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്, they play football. നമ്മൾ ഫുട്ബോൾ കളിക്കാറുണ്ട്, we play football. അബ്ദു ഫുട്ബോൾ കളിക്കാറുണ്ട്, അബ്ദു plays football. എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ V1, V2, V3 എന്ന് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഗ്രാമർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മാറ്റിയിട്ടുണ്ടാവും. ഏത് ലാംഗ്വേജിൽ പറയണ്ടേ? കാണുക, കണ്ടു, പഠിക്കുക, പഠിച്ചു, അതൊക്കെ തന്നെ V1, V2, V3. V1, V2, V3. Do ചെയ്യുക, did ചെയ്തു, done do, did, done. See കാണുക, saw കണ്ടു, seen. ഇതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചാണ്. ഇത് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഏത് ലാംഗ്വേജിൽ പറയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ V1 എന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ പ്ലേ, യു പ്ലേ, വി പ്ലേ. ഷീ, ഹി, ഇറ്റ് എന്ന് പറയുന്നിടത്തിൽ ഇതിനോടൊക്കെ എസ് ചേർത്ത് ഓർക്കും, എസ് ഫോം. നമ്മൾ പറഞ്ഞു വന്നത് V1, V2, V3. ഇവിടെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കാണാം. ഗോ, വെന്റ്, ഗോൺ, കം, കെയിം, കം, walk, walked, walked. ഇതുപോലുള്ള V1, V2, V3 ലിസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് എന്ന് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ആപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് V1, VS. ഇത്തരത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, ഫീലിങ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ V1 അല്ലെങ്കിൽ VS ആണ് ഉപയോഗിക്കുക. VS എന്താന്ന് ചോദിച്ചാൽ ഗോ, ഗോസ്, കം, കംസ്, walk, walks. I go to my mother's house. She comes here every day. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാക്ട്സ്, ഫീലിങ്സ്, പെർമനന്റ് സിറ്റുവേഷൻസ്, ഹാബിച്വൽ ആക്ഷൻസ് ഇതൊക്കെ നമ്മൾ ഈ രീതിയിലാണ് പറയുക. നോ ഞാൻ ഇംഗ്ലീഷിൽ പറയാം, ഐ നോ എനിക്കറിയാം, നിങ്ങൾക്കറിയാം, യു നോ, നമുക്കറിയാം, വി നോ, അവർക്കറിയാം, ദേ നോ. ഷീ നോ എന്നല്ല പറയാ, ഷീ നോസ്, ഷീ നോസ്, ഹീ നോസ്, ഇറ്റ് നോസ്. ലയണൽ മെസ്സി പ്ലേ എന്നാണോ പ്ലേസ് എന്നാണോ പറയാ? ലയണൽ മെസ്സി പ്ലേസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പ്ലേസ് എന്നല്ലേ പറയാ, പ്ലേ എന്നല്ല പ്ലേസ് എന്നാണ് പറയുക. ഐ കം ഫ്രം വലഘട്ട്, ഐ കം ഫ്രം വലഘട്ട്, ഞാൻ വലഘട്ട് നിന്നാണ് വരുന്നത്. ഞാൻ ഇന്ന് കാലിക്കറ്റിൽ നിന്നാണ് വരുന്നതെങ്കിലോ ഐ ആം കമ്മിങ് ഫ്രം കാലിക്കറ്റ്.
സ്ഥിരമായിട്ട് ഞാൻ വലഘട്ടെന്ന് വരുന്നതായതുകൊണ്ട് എന്ത് പറയുന്നത് ഐ കം ഫ്രം വലഘട്ട്. ഐ കം ഫ്രം വലഘട്ട്. ദേ കം ഫ്രം വടകര. ഷീ കംസ് ഫ്രം. ഷീ കം എന്നല്ല പറയാ, ഷീ കംസ് ഫ്രം. ഹീ കംസ് ഫ്രം. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു വെക്കാം. ഐ ഡു മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ ഹോംവർക്ക് ചെയ്യാറുണ്ട്. യു ഡു യുവർ ഹോംവർക്ക്. ഐ പ്രിപ്പയർ അലോട്ട്. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഷി ഡസ് ഹർ ഹോംവർക്ക്. ഷി ഡു എന്നല്ല പറയാ, ഷി ഡസ്. ഞാൻ എല്ലായ്പ്പോഴും ഡയറി ചെയ്താലുണ്ട്. ഐ റൈറ്റ് ഡയറി. നിങ്ങൾ ഡയറി ചെയ്താറുണ്ട്. യു റൈറ്റ് ഡയറി. നമ്മൾ ഡയറി ചെയ്താറുണ്ട്. വി റൈറ്റ് ഡയറി. ഷി റൈറ്റ്സ് ഡയറി. ഹി റൈറ്റ്സ് ഡയറി. യു ഗോട്ട് ഇറ്റ്? Then facts. സത്യങ്ങൾ, പേഴ്സണൽ ഫാക്ട്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്, ഇതൊക്കെയും ഈ രീതിയിൽ തന്നെയാണ് പറയുക. ഷി ലുക്സ് സ്മാർട്ട്. ഹി ലുക്സ് സ്മാർട്ട്. ഷീ സിങ്സ് വെൽ. ഷീ സിങ്സ് വെൽ. ഹി സ്റ്റഡീസ് വെൽ. ഹി സ്റ്റഡീസ് വെൽ. നമ്മുടെ ഫീലിങ്സും ഈ രീതിയിലാണ് നമ്മൾ പറയുക. സന്തോഷം, സങ്കടം, സഹതാപം, അനുകമ്പ, വിശപ്പ്, ദാഹം, ദേഷ്യം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക. ഐ ലവ് മൈ ഫാമിലി. ഐ ലവ് മൈ ഫാമിലി. ഐ എം ഹംഗ്രി. ഐ എം ഹംഗ്രി. വിശക്കുന്നുണ്ട്. ഐ ഫീൽ സാഡ്. ഐ ഫീൽ സാഡ്. ചെയ്യുന്നില്ല എന്ന് പറയണ്ടേ? ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോള് കളിക്കാറില്ല. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. എല്ലാ മോർണിംഗിൽ ഞാൻ എന്ത് ചെയ്യാറില്ല, ടീ കുടിക്കാറില്ല. ഷീ ഡസൻ ലൈക്ക് ഫുട്ബോൾ. ആൾക്ക് ഫുട്ബോള് ഇഷ്ടമില്ല. ഹി ഡസൻറ്റ് വർക്ക്. അവൻ എന്ത് ചെയ്യാറില്ല, ജോലി ചെയ്യാറില്ല. രമ്യ ഡസൻ സിംഗ്. രമ്യ പാട്ട് പാടാറില്ല. അനു ആൻഡ് മനു ഡോണ്ട് വർക്ക് എവറി ഡേ. അനു ആൻഡ് മനു എന്ത് ചെയ്യാറില്ല, എല്ലാ ദിവസവും നടക്കാറില്ല. ഐ ഡോണ്ട്, യു ഡോണ്ട്, we don't, they don't. She doesn't, he doesn't, it doesn't. Rahul doesn't, Ramya doesn't, Shamil doesn't, Ajnaz doesn't, Mahruf doesn't, Arjun doesn't. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ടേ? ക്വസ്റ്റ്യൻസ്. നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു യു പ്ലേ ഫുട്ബോൾ? ഡു യു ഡ്രിങ്ക് കോഫി? ഇനി അവർ നടക്കാറുണ്ടോ? ഡു ദേ വാക്ക്? ഡു ദേ കം ഫ്രം കാലിക്കറ്റ്? അവർ കാലിക്കറ്റിൽ നിന്നാണോ വരാറ്? ഡസ് ഷീ റൈറ്റ് ഡയറി എവറി ഡേ? അവൾ എല്ലാ ദിവസവും ഡയറി എഴുതാറുണ്ടോ? ഡു അല്ല, അവിടെയും ഡസ്. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഷീ പ്ലേസ് ബാസ്കറ്റ്ബോൾ. അർജുൻ ഡസൻറ്റ് വർക്ക്. മൈ ബ്രദർ ഡസൻറ്റ് ഡ്രിങ്ക് ടീ. He loves to play tennis. Does he go to school? It smells very delicious in the kitchen. We go to the park every Sunday. He gets up early every day. Here we wind up our class. Thank you.